രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് 18 ലക്ഷം രൂപ ചെലവ് വരുന്ന എം എസ് സി സ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സിന് എൻ്റെ അച്ഛനും അമ്മയും പൈസ ചെലവാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതിൽ തന്നെ എൻ്റെ ലോണിന്റെ ഫുൾ പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എത്ര ദിവസം എടുത്തു ലോൺ സാങ്ഷൻ ആവാൻ, ദെൻ എന്തൊക്കെയാണ് ഞാൻ അതിന് വേണ്ടി ചെയ്തത്, ഓരോ ദിവസവും പോയി ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പുകാർക്ക് കൂട്ടുനിന്നുവെന്നും അവരിൽ നിന്ന് പണം വാങ്ങി നിരവധി പേരെ ചതിച്ചു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് നീരജ അമ്മു എന്ന്. വിത്തൗട്ട് ഓപ്ഷൻ ടു അപ്പീൽ ഫ്രം വിത്തിൻ ദ UK. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം പറച്ചിലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ലോയറെ വയ്ക്കാൻ ഒരു പരിപാടി നടക്കത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ്. ടിക്കറ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പിന്നെ അത് വാട്സ്ആപ്പ് കോൺടാക്റ്റും കോൾ വിളിച്ചുള്ള കോൺടാക്റ്റും കാര്യങ്ങൾ വരുന്നു. നിങ്ങൾ എന്തിനാ ഈ 2,65,000 നിങ്ങൾ ആദ്യമേ കൊടുത്ത് എന്തിനാ? ആ പുള്ളിക്കാരൻ എനിക്ക് അയച്ചെന്ന ആൾക്കാർ ഇതാണ്ട ഇദ്ദേഹത്തിന് ഇവരൊക്കെയാണ് ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാർ. ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. ഒരു നീരജ അമ്മൂസിൽ ഒതുങ്ങുന്നതല്ല ഈ പറയുന്ന UK നടന്നിട്ടുള്ള വിസ സ്കാം എന്നുള്ളൊരു കാര്യം വളരെ വ്യക്തമാക്കുന്നൊരു വീഡിയോ ആണിത്. കാരണം നീരജ അമ്മൂസ് എന്നുള്ളൊരു വ്യക്തി ചിലപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ ആ ട്രിഗർ പോയിന്റിലേക്ക് അവരെ മാത്രം നിർത്തുന്നത്. ബട്ട് അതിനും പുറമെ ഇതിനകത്ത് നിൽക്കുന്ന ബാക്കി കൂട്ടുകക്ഷികളടക്കം ഈ ഒരു പർട്ടിക്കുലർ കേസിൻ്റെ അകത്തുള്ള കുറേ അധികം ഉണ്ട്. എങ്കിലും നീരജ അമ്മൂസിൻ്റെ ഒരു വാദം കൂടെ ഇവിടെ പൊളിയുകയാണ്. അത് കാണിക്കാതിരിക്കുന്ന നിവൃത്തിയില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. അതിനകത്ത് പുള്ളിക്കാരത്തി തന്നെ അതാ പറയുന്നത്, നീരജ എന്ത് കാര്യം ചെയ്യുന്നെങ്കിലും ആ ഒരു കാര്യം ചുമ്മാ വന്നങ്ങ് പറയുകയാണ്. അതിന് മുമ്പ് തന്നെ നീരജയ്ക്കുള്ള കുഴി നീരജ നേരത്തെ തന്നെ കുഴിച്ചു വെച്ചിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ. രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് 18 ലക്ഷം രൂപ ചെലവ് വരുന്ന എം എസ് സി സ്പോർട്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കോഴ്സിന് എൻ്റെ അച്ഛനും അമ്മയും പൈസ ചെലവാക്കിയിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഇതിൽ തന്നെ എൻ്റെ ലോണിന്റെ ഫുൾ പ്രൊസീജിയർ ആയിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എത്ര ദിവസം എടുത്തു ലോൺ സാങ്ഷൻ ആവാൻ, ദെൻ എന്തൊക്കെയാണ് ഞാൻ അതിന് വേണ്ടി ചെയ്തത്, ഓരോ ദിവസവും പോയി ഓരോ ദിവസം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ഞാൻ ഫസ്റ്റ് ദിവസം പോയത് മുതൽ ലോൺ സാങ്ഷനായി പൈസ എൻ്റെ കയ്യിൽ കിട്ടിയ ദിവസം വരെയുള്ള എന്തെങ്കിലും കാരണവശാൽ എനിക്ക് ലോണിന്റെ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ പറ്റാതെ വന്നാലും ₹1 പോലും ലോൺ എടുക്കാണ്ടാണ്. കേട്ടല്ലോ, എന്താ പറയല്ലേ, എന്ത് പറയാനാ? രൂപ പോലും ലോൺ എടുക്കാണ്ടാണ് 18 ലക്ഷം രൂപ ₹1 പോലും ലോൺ എടുക്കാതെ സ്വന്തം അച്ഛനമ്മമാർ പഠിപ്പിച്ചു എന്ന് പറഞ്ഞൊരു കാര്യം കൂടെ വീണ്ടും എയറിലേക്ക് വിടാൻ വേണ്ടിയിട്ടതാ ഇപ്പം വന്നിട്ടുണ്ട്. ഇതുപോലെ നീരജ അമ്മുവിൻ്റെ അറിയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നീരജ അമ്മു ഇത് കാണുന്നെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. കുട്ടി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഒരു അബദ്ധത്തിൻ്റെ അകത്ത് പോയി ചാടി. നിങ്ങൾ ആ പറ്റിയ തെറ്റ് ഒരു പബ്ലിക്കിനോട് എനിക്ക് പറ്റിപ്പോയി. പക്ഷേ നിങ്ങൾ അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്താ? ഈ പൈസ നഷ്ടപ്പെട്ടവരുടെ കൂടെ നിന്നുകൊണ്ട് ഇതിനകത്തുള്ള കൾപ്രിറ്റീവായിട്ടുള്ള ബാക്കിയുള്ള ആൾക്കാരും കൂടെ ചേർത്തുകൊണ്ട് അവരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോകും. അതിന് പകരം സമൂഹത്തിനെ വെല്ലുവിളിക്കുക, എൻ്റെ 300K ഉള്ള ഫോളോവേഴ്സ് ഉള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം ഡിലീറ്റ് ചെയ്യുക, എന്താ ഇതിനെക്കാട്ടില്ല അപ്പുറം എന്ത് തെളിവൊക്കെയാണ് വരേണ്ടത്? ആ പൈസയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ ഈ ലോണിൻ്റെ കേസ് എന്താ അവിടെ പൊളിയുന്നില്ലേ? അപ്പോൾ എൻ്റെ വീട്ടുകാർ തന്നെന്ന് പറഞ്ഞ് ലോൺ എടുക്കാത്തെന്നുള്ള കാര്യം എന്നൊക്കെ ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സ്വയം ഇങ്ങനെ ന്യായീകരിച്ചിട്ട് സ്വയം കുഴിയിൽ ചെന്ന് വീഴുന്നത്? കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഇപ്പം ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലവിൽ നീരജയുടെ ജോലി പോയിട്ടില്ല എന്നൊക്കെ പറയുന്നു. ഇതിനെക്കുറിച്ച് അവിടെ നിൽക്കുന്ന അറിയുന്ന ആൾക്കാരുണ്ട്, താഴെ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഒരു വലിയൊരു സംഭവം, ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു 2 ദിവസത്തിന് മുമ്പ് വന്നിട്ടുള്ളൊരു ന്യൂസാണ്. അതായത് 12/8/2025 4:35 ഇൻസൈഡ് പേപ്പറിൽ വന്നേക്കുന്ന ഒരു ന്യൂസ് ഇതാണ്. അതായത് ബ്രേക്കിംഗ്, UK has added India to a list of countries who nationals convicted of crimes. നാഷണൽ കൺവിക്റ്റഡ് എന്നാണ് എന്തെങ്കിലും തരത്തിലുള്ള ക്രൈമുകൾ ചെയ്തിട്ടുള്ള ആ ഒരു ആൾക്കാർ ചേർന്നുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ, ആ ഒരു ഗ്രൂപ്പുകളുടെ എല്ലാത്തിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് പാകിസ്ഥാൻ പോലും ഇല്ല. ഞാൻ അറിഞ്ഞിടത്തോളം പാകിസ്ഥാൻ പോലും ഇല്ല. പക്ഷേ ഇന്ത്യയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ക്രൈം ഇവിടെ നിന്ന് പോയി അവിടെ പോയി നിന്ന് ക്രൈം ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടിയ. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, വിൽ ഫേസ് ഇമ്മീഡിയറ്റ് ഡിപ്പോർട്ടേഷൻ വിത്തൗട്ട് ഓപ്ഷൻ ടു അപ്പീൽ ഫ്രം വിത്തിൻ ദ UK. അതായത് ഇതിനകത്ത് ഇവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചോദ്യം പറച്ചിലും അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ലോയറെ വയ്ക്കാൻ ഒരു പരിപാടി നടക്കത്തില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡിപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് എന്നോട് പറഞ്ഞ ആൾ പോലും പറയുന്ന കാര്യം. ഈ പറയുന്ന കുറേ എണ്ണങ്ങൾ കാരണം നമ്മളെപ്പോലെ കഷ്ടപ്പെട്ട് അവിടെ ജോലിക്ക് വേണ്ടിയിട്ട് വന്ന് നേരായ മാർഗത്തിൽ കൂടെ വന്ന ആൾക്കാർക്ക് സത്യം പറഞ്ഞ നാണക്കേടുന്ന. കാരണം അവരെല്ലാവരെയും ആ കണ്ണിൽ ഇപ്പം മലയാളികളുടെ സ്കാം വളരെയധികം ഗംഭീരമായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരെയും നല്ല രീതിയിൽ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരെയും കൂടെ ഈ ഒരു സംഭവം ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആലോചിക്കുക, എന്തുമാത്രം ഗുരുതരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞിട്ടില്ല. ഇത് UK തന്നെ ഉള്ള വളരെ ജെന്യൂനായിട്ട് ഇത് ചെയ്യുന്ന ഒരു ഇദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ്. അദ്ദേഹത്തിൻ്റെ സത്യൻ നെടുമ്പഞ്ചേരില്ലേ,
നെടുമഞ്ചേരിയിൽ. ഓക്കെ, അദ്ദേഹത്തിന്റെ വീഡിയോ ആണ്. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ നിരവധി പേർ തട്ടിപ്പുകാർക്ക് കൂട്ടുനിന്നുവെന്നും അവരിൽ നിന്ന് പണം വാങ്ങി 20 പേരെ ചതിച്ചു എന്ന വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമായും ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് നീരജ അമ്മു എന്നുള്ളത്. അവർ ഇത്തരം തട്ടിപ്പുകാരിൽ ഒരാൾ മാത്രമാണ്. നിരവധി പേർ ഇപ്പോഴും യുകെയിലുണ്ട്. യുകെയിലെത്തിയിരിക്കുന്ന സ്റ്റുഡൻസിനെയും ജോലി നഷ്ടപ്പെടുന്ന കെയർ അസിസ്റ്റന്റുമാരുടെയും കയ്യിൽ നിന്ന് പണം വാങ്ങി തട്ടിപ്പ് നടത്തുന്ന ധാരാളം സംഘങ്ങൾ ഇപ്പോഴും യുകെയിൽ വ്യാപകമായി പ്രവർത്തിക്കുന്നു. യുകെയിൽ ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിക്കുന്ന പാവപ്പെട്ട നഴ്സുമാർ ഉൾപ്പെടെയുള്ളവരെ തട്ടിപ്പുകാർക്ക് കൂട്ടിക്കൊടുക്കുകയും അവരുടെ കയ്യിൽ നിന്ന് കമ്മീഷൻ പറ്റുകയും ചെയ്യുന്ന ഇത്തരം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് വ്യാപകമാകുന്ന സമയമാണിത്. യുകെയിൽ കെയർ വിസ ആരംഭിച്ച ആ സമയം മുതൽ നമ്മുടെ ചാനലിലൂടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമാണ്, ഒരു കാരണവശാലും നിങ്ങൾ തട്ടിപ്പ് സംഘങ്ങളെ സമീപിക്കാതിരിക്കുക. പണം ആവശ്യപ്പെടുന്ന ഏജൻസികൾ വഴി ഒരു കാരണവശാലും നിങ്ങളുടെ വിസ പ്രോസസ് ചെയ്യാതിരിക്കുക. ഇത്രയുമൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലുള്ള അദ്ദേഹത്തിൻ്റെ ഒക്കെ ചാനൽ ഇപ്പോൾ 5,98,000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ള എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ചാനലാണ് സത്യൻ നെടുമാഞ്ചേരിയിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെയൊക്കെ ചാനൽ നിങ്ങൾ ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാതെ ഈ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നവർ ആരെങ്കിലും ഒക്കെ ഒരു സ്റ്റോറി ഇട്ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉടനെ പൈസ കൊണ്ട് കൊടുക്കാൻ നിൽക്കരുത്. കഴിഞ്ഞിട്ടില്ല. ഈ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇതിനകത്ത് നീരജ അമ്മൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ്. നീരജ അമ്മൂസ് ഇപ്പോഴും പറയുന്ന നീരജ അമ്മൂസ് അതിനകത്ത് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ നീരജ അമ്മൂസ് ഇപ്പോഴും പറയുന്നത് ഞാൻ തെറ്റുകാരിയാണെന്ന്. തെറ്റുകാരിയാണ്, അതങ്ങ് സമ്മതിച്ചേക്കണം. പബ്ലിക്കിൻ്റെ മുമ്പിൽ സമ്മതിക്കണം, നിങ്ങൾ തെറ്റുകാരിയാണ്. അതെങ്ങനെ അല്ലാതാവും? നീരജ എപ്പോഴും വന്നിരുന്ന് പറയുന്ന വീഡിയോസിൻ്റെ അകത്തെല്ലാം ഞാൻ ഇങ്ങനെയല്ലേ ചെയ്തുള്ളൂ. ആദ്യത്തെ വീഡിയോയിലൊക്കെ നീരജ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്താ പറയുക അതിനകത്ത് ഞാൻ സ്റ്റോറി മാത്രമേ ഇട്ടുള്ളൂ. രണ്ടാമത് ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്ന വീഡിയോയിൽ പറഞ്ഞ് ഞാൻ മീഡിയേറ്റർ ആയിട്ടിരുന്നു എന്ന്. അപ്പോൾ മനസ്സിലാക്കാമല്ലോ, ഇതെല്ലാം പൈസയ്ക്ക് വേണ്ടി ചെയ്തതാണ്. ഓക്കെ, പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇത്രത്തോളം വിഷയമാവില്ലായിരുന്നു, ഗുരുതരമാവില്ലായിരുന്നു. കഴിഞ്ഞില്ല. ഇനി വേറൊരു സാധനമുണ്ട്. ഈ 3 മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്തിരുന്നെങ്കിൽ നീരജ അമ്മുവിന്റെ വിസ സ്കാൻ വളരെ സ്മൂത്തായി പോയത്. ഇപ്പോൾ അവരുടെ വിസയ്ക്ക് വരെ എന്തോ ഇഷ്യൂ ഉണ്ടെന്നാണ് കേട്ടത്. ഒരു ഇൻഫ്ലുവൻസർ അല്ല, നോർമൽ ഇൻസ്റ്റാഗ്രാം യൂസർ പോലും ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് മൂന്നാമത്തെ കാര്യം. നീരജ അമ്മു വലിച്ചു വാരി കോണ്ടന്റ് ചെയ്തപ്പോൾ കൊളാബ് ചെയ്യുന്ന കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ബിസിനസ് മോഡൽ ഒന്നും ചെക്ക് ചെയ്യാനുള്ള എഫേർട്ടോ ടൈമോ ഇട്ടിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പ്രോപ്പർ മെന്റർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ട് പോയേനെ. മുകേഷ് അംബാനിക്കും മിസ്റ്റർ ബീസ്റ്റിനും വരെ മെന്റർഷിപ്പ് ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ മിസ്റ്റേക്ക്, നോട്ട് റിയലൈസിംഗ് ഹെർ ചാനൽസ് ഗ്രോത്ത്. ഒരു നാനോ ഇൻഫ്ലുവൻസർ ആയിട്ടാണ് നീരജ അമ്മൂസ് യുകെയിലേക്ക് വരുന്നത്. അതിൽ നിന്ന് ഒരു മിഡ് ടയർ ഇൻഫ്ലുവൻസറിലേക്ക് മൂവ് ചെയ്താലും ഒരുപക്ഷെ നീരജ അമ്മു പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. റെസ്പോൺസിബിൾ കോണ്ടന്റ് ഡിസൈൻ ചെയ്യുന്നതിൽ കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ ഒഴിവാക്കാമായിരുന്നു. ഒരു ഇൻഫ്ലുവൻസറിന്റെ ഡൂ ആൻഡ് ഡോൺസിന്റെ ചെക്ക് ലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. DM ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് അയച്ചുതരാം. തേർഡ് തിങ്, പ്രൊവോക്കിംഗ് ദ ഓഡിയൻസ്. ഒരു മെച്ചുവർഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസറോ അല്ലെങ്കിൽ ഒരു ബിസിനസ് പേഴ്സണോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അവരുടെ ഓഡിയൻസിനെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത്. തുടക്കത്തിലെ കുറച്ച് ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പോകും. വളരെ വളരെ സത്യം. ഇവിടെയാണ് നീരജയ്ക്ക് പറ്റിയത്. ഞാൻ പറയുന്നില്ലേ, ഇതിനകത്ത് നീരജ മാത്രം ലോകത്തിൽ ആദ്യമായിട്ട് യുകെയിലുള്ള വിസ തട്ടിപ്പ് നടത്തിയ ഒരാളല്ല. അത് മാത്രമല്ല, നീരജ മാത്രമാണ് നമ്മൾ നീരജ എല്ലാം പോയതിനോട് ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയതുകൊണ്ടൊക്കെ അവരിലേക്ക് മാത്രം ചോദ്യം പോകുമ്പോഴേക്കും ഇതിനകത്ത് രക്ഷപ്പെടുന്ന കുറേ അധികം ആൾക്കാരുണ്ട്. ഇതൊക്കെ ഇതിനെക്കാട്ടിലും കോടാനുകോടികൾ വെട്ടിച്ചും തട്ടിച്ചും കൊണ്ട് അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇനി ഇതുമായിട്ട് സമാനമായിട്ടുള്ള മറ്റൊരു വീഡിയോ, ആ വീഡിയോയുടെ ആ വ്യക്തി, ഹതഭാഗ്യനായിട്ടുള്ള വ്യക്തി എന്നോട് എനിക്ക് അയച്ചെന്ന വോയിസുകൾ, ഇതൊക്കെയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിൻ്റെ ഒരു ചുരുളഴിയാനാണെങ്കിൽ ഒരു ഇഷ്ടം പോലെ കാര്യങ്ങളാണ് നിങ്ങൾ കേൾക്കുക. ഇത് അടുത്ത സംഭവം. മണ്ടത്തരം പറ്റുന്ന മലയാളികൾ, മണ്ടരായ മലയാളികൾ എന്ന് വേണം പറയാൻ. രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യും. ആരെങ്കിലും വന്ന് ഒരു വിസ തരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി വീടിന്റെ പ്രമാണം വേണമെങ്കിലും പണയം വെക്കാൻ പണയം വെച്ചിട്ട് നമ്മൾ കൊടുക്കും. തൊലിഞ്ഞ കമ്പനിയിൽ കൊണ്ട് പൈസ കൊടുത്തു ലക്ഷങ്ങളാ പോയത്. വീടിന്റെ പ്രമാണം കൊണ്ട് പണയം വെക്കുന്നു, പെങ്ങളുടെ മാല കൊണ്ട് പണയം വെക്കുന്നു, പ്രസവത്തിൽ വെച്ച പൈസ എടുത്ത് മാറ അണ്ണാക്കിലടിക്കാൻ കൊണ്ട് പൈസ കൊണ്ട് കളഞ്ഞ ഒരു ബ്രോയാണിത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബ്രോ എന്താണ് എന്താണ് പേരെന്താണ്? എന്റെ പേര് സേതു എന്നാണ്. സേതുരാഘവൻ എന്നാണ്. എന്റെ സ്ഥലം കൊല്ലത്താണ്. കൊല്ലം. എത്ര ലക്ഷം രൂപ പോയത്? എന്റെ 2,45,000 രൂപയാണ് പോയത്. 2,45,000 രൂപ അമ്മ കൊണ്ടുപോയി. ആ കമ്പനിയുടെ പേരെന്താ? ലിനാക് മൈഗ്രേഷൻ ആണ്. ലിനാക് മൈഗ്രേഷൻ ദുബായിലുള്ള കമ്പനിയാണ്. വിസ തരാന്ന് പറഞ്ഞാൽ വിസ തരാന്ന് പറഞ്ഞ ഡീറ്റെയിൽ തട്ടിപ്പ്. അത് നിങ്ങൾ എങ്ങനെ അവരുടെ ഡീറ്റെയിൽ ഒക്കെ അറിഞ്ഞത്? ഞങ്ങൾ ഇൻസ്റ്റാ വഴിയാ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് പിന്നെ അത് വാട്സ്ആപ്പ് കോൺടാക്റ്റും കോൾ വിളിച്ചുള്ള കോൺടാക്റ്റും കാര്യങ്ങളും വരുന്നു. നിങ്ങൾ എന്തിനാ ഈ 2,65,000 നിങ്ങൾ ആദ്യമേ കൊടുത്ത് എന്തിനാ? അവരതുപോലെ തന്നെ പറഞ്ഞു വിശ്വസിപ്പിച്ചിരുന്നു. മലയാളികളാണോ അവര്? മലയാളികൾ തന്നെ. അവര് പെട്ടെന്ന് തുച്ഛ ദിവസം കൊണ്ട് വിസ എല്ലാം റെഡിയാക്കി പുറത്തോട്ട് പോകാന്നുള്ള രീതി അവരെ പറഞ്ഞു പറ്റിക്കുക. അവരുടെ പേരും കാര്യങ്ങളൊക്കെ അറിയാം. അവരുടെ പേരും കാര്യമില്ല. ആരൊക്കെയായിരുന്നു അവർ? ഒരാളൊരു അനാമിക, വൈശാഖ്, വൈഷ്ണവ് എന്ന് പറഞ്ഞ 3 പേരാണ്. മൊത്തം മലയാളികളെ മൊത്തം മലയാളികൾ തന്നെ. അപ്പൊ നിങ്ങൾ മാത്രമുള്ള ഒരുപാട് ആൾക്കാരിനകത്ത് പെട്ടിട്ടുണ്ട്. ഉണ്ട്. നിങ്ങൾക്ക് എന്തോ ആവശ്യം? ഇപ്പൊ വിസ അവർ വിസ തന്നാൽ നിങ്ങൾക്ക് പോകാൻ തയ്യാറാണോ? ഇല്ല, നമുക്ക് നമ്മുടെ പൈസ റിട്ടേൺ തന്നാൽ മതി. റീഫണ്ട് കിട്ടിയാൽ പൈസ മേടിക്കുന്നവർ ഇവർ കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പൈസ കിട്ടി കഴിഞ്ഞിട്ട് ഇവർ പിന്നെ കോൺടാക്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാത്ത രീതിയിലാണ് ഒരു മെസ്സേജ്. നിങ്ങളെ പറ്റിച്ച്, നിങ്ങളെ 2,65,000 നിങ്ങളെ പറ്റിച്ച് പിന്നെ അവര് നിങ്ങളുടെ ഫോൺ എടുക്കേണ്ട കാര്യമില്ല. ഇത് ഇവിടെ ലീഗലായിട്ട് പോയാലും പ്രയോജനം ഉണ്ടെന്നറിയാം. അപ്പൊ എന്തോ നമുക്ക് പൈസ കിട്ടണം, അത്ര പൈസ തിരിച്ചു കിട്ടണം. ഇനി ആർക്കും ഇങ്ങനെ പറ്റരുത്. ഇനി ആരും കൊണ്ട് പൈസ കളയരുത്. പൈസ കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ വലിച്ചുകൊണ്ടിരിക്കാം കേട്ടോ. ഇനി എത്ര പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാകത്തില്ല. എങ്കിലും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ആ പുള്ളി ലാസ്റ്റ് പറഞ്ഞാണ്, എത്ര പറഞ്ഞാലും മലയാളികൾക്ക് മനസ്സിലാവത്തില്ല. ഇതിനകത്ത് എല്ലായിടത്തും പോയി മലയാളികൾ ഇതെല്ലാം കൊണ്ട് കൊടുക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് അയച്ചിരുന്ന കുറേ വോയിസും അതിൻ്റെ അകത്തുള്ള കുറച്ച് ഇവരെ ബാക്കി ആൾക്കാർ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു വോയിസും മറ്റുള്ള കാര്യമാണ്. ഫ്രണ്ട് മെസ്സേജ് അയച്ചായിരുന്നു ചേട്ടന്, മറ്റേ ഫണ്ട് പോയ കാര്യം ഏജൻസി വഴി
സംഭവം കേട്ടോ. ഇങ്ങനെ ഇൻസ്റ്റ വഴി കൂടെ ഞാൻ ആദ്യം കണ്ടേണ്. എന്നിട്ട് അവർ തന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, പല രീതിയിലും കാര്യങ്ങളും പറഞ്ഞു. ഇങ്ങനത്തെ കൺട്രീസ് ഉണ്ട്. ഞാൻ 4-5 കൺട്രിയുടെ പേര് പറഞ്ഞു. ഞാൻ അതിലൊരു കൺട്രി ഏതാ സെലക്ട് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങൾ അവർ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അടുത്ത ബാച്ച് 20-നാണ് ഓപ്പൺ ആവുന്നത്. നമ്മുടെ ഫെബ്രുവരി 28-ന് സ്റ്റാർട്ട് ആവുമെന്ന് പറഞ്ഞു. അപ്പം നമുക്കിത് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ഈ ബാച്ചിൻ്റെ കൂടെ നമ്മൾ കയറ്റിയിട്ട് 1 മാസത്തിനുള്ളിൽ വർക്ക് പെർമിറ്റ് തന്ന് 3 മാസത്തിനുള്ളിൽ നമുക്ക് കയറി പോവാം എന്നോട് പറഞ്ഞു. എന്നെ ഇത് ചെയ്ത് ജെസ്സി എന്ന് പറയുന്ന ഒരു ലേഡിയാണ്. പുള്ളിക്കാരി പല കാര്യങ്ങളും എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ലിനാക് മൈഗ്രേഷനാണ് നമ്മുടെ കമ്പനി, എല്ലാം കമ്പനി വഴിയാണ് ചെയ്യുന്നത്, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല. അങ്ങനെയാണ് ആദ്യം നമ്മൾ ഫണ്ട് ഇത്ര 2,30,000 നമ്മൾ അടയ്ക്കേണ്ടത്. അത് അടച്ച് കഴിയുമ്പോൾ നമുക്കൊരു 1 മന്ത് കൊണ്ട് പെർമിറ്റ് വരും. അത് കഴിഞ്ഞിട്ട് 2 or 3 മന്ത്സിനുള്ളിൽ നമുക്ക് കയറിപ്പോവാം. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞ കണക്ക് നമുക്ക് ഇവിടുന്ന് തൃശ്ശൂരുള്ള അഖില മണി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. ആ വഴി പൈസ എക്സ്ചേഞ്ച് ചെയ്ത് 10,000 AED ആയിട്ട് കറൻസായിട്ട് നമ്മൾ അവിടെ അയച്ചു, ദുബായിൽ അയച്ചു. അതായിട്ട് അവർ അവിടെ നിന്ന് ചെയ്യുന്നതാണ് പറഞ്ഞത്. അങ്ങനെ അവരൊന്ന് ബാക്കി എവിഡൻസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ അവരെനിക്ക് പറഞ്ഞ പ്രൂഫ്, വോയിസ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ പല കാര്യങ്ങളും, പിന്നെ പുള്ളിക്കാരുടെ ഫോട്ടോയും എല്ലാം എൻ്റെ ഉണ്ട്. 1 മന്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചപ്പം പെർമിറ്റിൻ്റെ കാര്യം ചോദിച്ചപ്പം അതുകൊണ്ട് ഓക്കെ ആയി, അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു വഴിക്ക് പോയതാണ്, പിന്നെ വന്നിട്ടില്ല. പിന്നെ ഒരു വട്ടം ഞാൻ കോൺടാക്ട് ചെയ്തപ്പോൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. അത് എനിക്ക് പിന്നെ അനക്കമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗൂഗിൾ വഴി കൂടെ അവരെ ഇതിൽ കയറി വേറെ നമ്പർ എടുത്ത് നോക്കി പറഞ്ഞു. അങ്ങനെ ലേഡി അതില്ലെന്ന് എന്നോട് പറഞ്ഞു. അത് റാം എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു. അതിന് പെട്ടെന്ന് പറഞ്ഞ് നമ്പർ ചേഞ്ച് ചെയ്ത് ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വൈശാഖ് എന്ന് പറഞ്ഞ ആളെ കോൺടാക്ട് ചെയ്തു. പുള്ളി പല രീതിയാണ് പറയുന്നത്. അങ്ങനെ ഇല്ല, ലേഡി ഇങ്ങനെയാണ് അങ്ങനെയാണ്. എന്നിട്ട് എൻ്റെ കൂടെ കയറി ചൂടാവുന്ന, അങ്ങനെയാണ് ഈ കണക്കായി പോയി പൈസ പോയെങ്കിൽ നിനക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ്, നമുക്ക് അതിന് ബാധകമല്ല. നമ്മുടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ കമ്പനിയുള്ള സ്റ്റാഫാണ്, നിന്റെ പേരും പറഞ്ഞാണ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞാൽ എനിക്ക് ഉത്തരവാദിത്തമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല കാര്യം അങ്ങനെ എന്നോട് പറഞ്ഞു. ഞാൻ അവർക്കുള്ള എല്ലാ എവിഡൻസും കൊടുത്തപ്പം അവർ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവരും നൈസിന് ഒഴിഞ്ഞങ്ങ് പോയി. എനിക്ക് ഞാൻ പൈസ അടച്ചതിൻ്റെ അത് ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തപ്പോഴത്തേക്ക് അവരെന്താ പിന്നെ ഒരു റെസ്പോണ്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആ പുള്ളിക്കാരൻ എനിക്ക് അയച്ചെന്ന ആൾക്കാർ ഇതാണ്ട ഇദ്ദേഹത്തിന് ഇവരൊക്കെയാണ് ഇതിൻ്റെ അടുത്തുള്ള ആൾക്കാർ. ഇതിലൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർ വല്ലതും ഉണ്ടോ? ഇതൊക്കെയാണ് ആൾക്കാർ. ഓക്കെ ചേട്ടാ, അത് മതി. ഓക്കെ, അപ്പോൾ ഇത് മറ്റൊരു കേസാണ്. അതായത് നിലവിലുള്ള UK കേസല്ല, ഇത് മറ്റൊരു സ്ഥലത്തേക്ക് ഇതാ വീണ്ടും അടുത്ത് വേറൊരു മൈഗ്രേഷൻ്റെ ഇതും പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചേക്കുന്ന ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ, UAE ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് എല്ലാ സ്ഥലത്തും ഇപ്പം ഈ പറഞ്ഞ UK കേസ് പറഞ്ഞ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് UK മാത്രമല്ല നടക്കുന്നത്, മറ്റ് പല രാജ്യങ്ങളിലും കേൾക്കുക. പണ്ട് വിസ തട്ടിപ്പെന്ന് നമ്മൾ കേൾക്കുന്നത് ഈ ഗൾഫ് കൺട്രീസിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമാണ് കേട്ടുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വേറെ കുറേയധികം കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേര് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചെയ്യുന്ന ആൾക്കാർ ഇത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ മുമ്പിലേക്ക് ഇതിനകത്ത് ഇരകളായിട്ടുള്ള ആൾക്കാർ ഇത് പറയുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്ന ആൾക്കാർ, അതല്ല എങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് പ്രാഥമികമായിട്ട് എന്തെങ്കിലും കൊടുക്കേണ്ട ഒരു അവയർനെസ്, സത്യം പറഞ്ഞാൽ പൊതുവിൽ ഈ സമൂഹത്തിന് കൊടുക്കേണ്ടത് ഗവൺമെൻറ്റുകളുടെയും കൂടെ ആവശ്യമാണ്. ഇത്രത്തോളമൊക്കെ മലയാളികൾ ഇങ്ങനെ പോയി പറ്റിക്കപ്പെടുന്ന സമയത്ത് ഗവൺമെൻറ് കൊടുത്താൽ ഇവിടെ നോർക്ക റൂൾസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനകത്തൊക്കെ പോയി തിരക്കിയിട്ട് വേണം ചെയ്യണമെന്ന് പറഞ്ഞാലും ഇവിടെ എന്താണ്, ആരെങ്കിലും ഒരു സ്റ്റോറി ഇടുന്നു, ഇൻബോക്സിൽ കൊണ്ട് സംസാരിക്കുന്നു, പൈസ കൊണ്ട് ബ്ലാക്കിൽ ലിക്വിഡ് ക്യാഷ് കൊണ്ട് കൊടുക്കുന്നു, അവസാനം തേഞ്ഞ് ഒട്ടി നശിച്ച് നാമാവശേഷമായിട്ട് പോകുന്നു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലായില്ല. ഇപ്പോൾ തന്നെ ആ UK ഈ ഒരു സംഭവം നിരന്തരം ക്രൈമുകളുടെ ഇടയിൽ പെട്ടതിനകത്ത് മലയാളികളെന്നല്ല, ഇന്ത്യക്കാരെയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിട്ടൊക്കെ അവിടെ ഒരു ക്രിമിനൽ സെറ്റപ്പിൻ്റെതായിട്ട് മാറ്റിയിരിക്കുകയാണ്, ആ ലിസ്റ്റിൽ പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയെ. അവിടെ പാകിസ്ഥാൻ പോലും ഇല്ലയെന്ന് ചിന്തിക്കണം. നമ്മൾ പാകിസ്ഥാൻ ഒരുപാട് കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുമെങ്കിലും ആ പാകിസ്ഥാൻ പോലും ആ പ്ലേസിലില്ല, നമ്മളുണ്ട്. മനസ്സിലാക്കണം. വിദ്യാഭ്യാസം കൂടിയതിൻ്റെയും വിവരം കൂടിയതിൻ്റെയും എല്ലാത്തിലും ഒന്നാണെന്നുള്ള വിചാരത്തിൻ്റെയും ഭാഗമായിട്ടിരിക്കുന്നത് നമ്മൾ മലയാളികൾക്കാണ് സംഭവിച്ചേക്കുന്നത്. ആലോചിച്ച് നോക്കണം. അബ്രോഡ് ഇപ്പം നമ്മുടെ ഒരു പൊതുവിലൊരു ചർച്ചയുണ്ട്. അതായത് വിദ്യാഭ്യാസം ഇവിടുത്തത് കൊള്ളത്തില്ല, നല്ലൊരു വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ ഇവിടെ ഇല്ല, നമുക്ക് നല്ല സ്വാതന്ത്ര്യമുള്ള യുവതലമുറയ്ക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ള ഒരു മൊത്തത്തിലൊരു നിപ്പുണ്ട്, നരേഷനുണ്ട്. സത്യമാണത്, കുറേയൊക്കെ കാര്യങ്ങൾ സത്യവുമാണ്. പക്ഷേ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ പല സ്ഥലങ്ങളിൽ പോയി ആൾക്കാർ പറയുന്നത് എന്താ, ഇതുപോലെ അല്ല അവിടെ നിന്ന്. അതായത് ഈ സംസ്ഥാനത്ത് നിന്നോ ഈ രാജ്യത്ത് നിന്നോ, ഇപ്പോൾ ഈ സംസ്ഥാനം തന്നെ നമുക്ക് പറയാം, നമ്മുടെ നാട്, നമ്മുടെ കേരളം, ഇവിടെ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള പല ആൾക്കാർക്കും കുറേയധികം ആൾക്കാർ നല്ല ജീവിത സാഹചര്യത്തിലാണെങ്കിൽ കുറേയധികം ആൾക്കാർ നല്ല രീതിയിൽ പെട്ടുപോയിട്ടുണ്ടെന്നാണ്. ഇവിടുത്തെ ആ ഒരു സംവിധാനങ്ങളൊന്നും മറ്റിടത്തും കിട്ടത്തില്ല എന്നാണ് പറയുന്നത്. മറ്റ് പല രീതിയിലാണെങ്കിലും പല വലിയ കൺട്രീസിലാണെങ്കിൽ പോലും. അതുകൊണ്ട് മനസ്സിലാക്കുക, നിങ്ങളൊരു രാജ്യത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു, നിങ്ങൾ അവിടെ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു, എല്ലാം നല്ലത് തന്നെ. അവിടെ നിങ്ങൾ പോകുന്നതിന് മുമ്പ് നിങ്ങൾ മറ്റൊരു തരത്തിലേക്കാണ് അഥവാ വളഞ്ഞ വഴിയിൽ കൂടെ പോകാൻ ആണ് ശ്രമിക്കുന്നതെങ്കിൽ ആ പരിപാടി ഒഴിവാക്കുക. ഓക്കെ, അവസാനം
8ന്റെ പണി ഇതുപോലെ കിട്ടിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ്. ഇനിയും വരും ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ്, പറ്റിക്കപ്പെടാൻ നിങ്ങൾ നിന്ന് കൊടുത്താൽ അവർ പറ്റിക്കാൻ വേണ്ടി റെഡിയായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതുകൊണ്ട് തന്നെ നീരജ അമ്മൂസ് എന്നുള്ളൊരു വ്യക്തി ഇതിനകത്ത് മര്യാദയ്ക്ക്, ആ വ്യക്തി മറ്റേ പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ മര്യാദയ്ക്ക് ആ പുള്ളിക്കാരത്തി തെറ്റ് അഡ്മിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇത്രത്തോളം നീരജ അമ്മൂസിനെ എടുത്ത് ആർക്കും സംസാരിക്കാൻ വരത്തില്ലായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസിൻ്റെ അകത്ത് പോലും എൻഡ് ചെയ്യുന്ന സമയത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് പുള്ളി അവസാനം വീണ്ടും പോകുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്. ഞാൻ പൈസ വാങ്ങിച്ചും തെളിയിച്ചാൽ ഇപ്പോഴും എൻ്റെ സ്റ്റാൻഡ് അത് തന്നെ എന്നൊക്കെ പറയുന്നു. എന്തിനു വേണ്ടിയിട്ട് അതൊക്കെ ചെയ്തത്? പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ? അവർ കൊടുക്കാത്തത് അവർ പറ്റിച്ചത്. സോ ബാക്കി നമുക്ക് ആർക്കൊന്നും അറിയത്തില്ല. എല്ലാം ലീഗലായിട്ടും നിയമപരമായിട്ടും ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ തെളിയട്ടെ. നീരജ ഇതിനകത്ത് തെറ്റുകാരി അല്ലെങ്കിൽ നീരജ തെറ്റുകാരി അല്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പൊതുസമൂഹത്തിനോട് പറയാം. നമ്മൾ സംസാരിച്ചതല്ലേ. അതുപോലെ തന്നെ തെറ്റുകാർ ആരൊക്കെയാണോ അവരെ പൊതുസമൂഹത്തിൽ കൊണ്ട് മാതൃക അവരെ ശിക്ഷിക്കട്ടെ. ഈ പയ്യനും നീതി കിട്ടട്ടെ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യപ്പെടുത്ത അടുത്തൊരു വീഡിയോ കാണും. ബൈ.